ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1959 സെപ്റ്റംബർ 15. ജൈവ കൃഷി രീതിയുടെ പിതാവായി പരിഗണിക്കപ്പെടുന്നത് ആര്? ഉത്തരം ആൽബർട്ട് ഹൊവാർഡ്. കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതെവിടെ? ഉത്തരം തിരൂർ. കായംകുളം താപനിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആലപ്പുഴ. കോളിവുഡ് എന്നറിയപ്പെടുന്ന സിനിമ വ്യവസായം ഏതു ഭാഷയിലേതാണ്? ഉത്തരം തമിഴ്. ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ആത്മകഥ. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത്? ഉത്തരം മാർത്താണ്ഡവർമ്മ. കാശ്മീരി മാനുകളുടെ സംരക്ഷിത കേന്ദ്രം ഏതാണ്? ഉത്തരം ഡച്ചിഗാം നാഷണൽ പാർക്ക്. കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതി രചിച്ചതാരാണ്? ഉത്തരം എം മുകുന്ദൻ. സംഗീതത്തെക്കുറിച്ച് വിവരിക്കുന്ന വേദം ഏത്? ഉത്തരം സാമവേദം. തിക്കോടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പി കുഞ്ഞനന്ദൻ നായർ. കാക്കോരി ട്രെയിൻ കൊള്ള നടന്ന വർഷം? ഉത്തരം 1925. സ്വദേശാഭിമാനി പത്രം ആരുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവുമധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം? ഉത്തരം കരൾ. ഇന്ത്യയുടെ ഗ്ലാഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി? ഉത്തരം ദാദാബായി നവറോജി. സമ്പത്തിനെ പറ്റിയുള്ള പഠനശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം അഫ്നോളജി. സുമാത്ര ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത്? ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം. ആംനെസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം? ഉത്തരം ലണ്ടൻ. മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം ഒറാങ് ദേശീയോദ്യാനം. എവറസ്റ്റിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യം ഏത്? ഉത്തരം നേപ്പാൾ. കുഞ്ഞോനാച്ചൻ എന്ന കഥാപാത്രം ഏത് കൃതിയിൽ ഉള്ളതാണ്? ഉത്തരം അരനാഴിക നേരം. മകരന്ദ് എന്ന തൂലിക നാമത്തിൽ എഴുതിയ വ്യക്തി ആര്? ഉത്തരം മദൻ മോഹൻ മാളവ്യ. കടലിനയിൽ മന്ത്രിസഭായോഗം ചേർന്ന രാജ്യം ഏത്? ഉത്തരം മാലിദ്വീപ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ഉത്തരം പാലക്കാട്. കർഷകർക്കു വേണ്ടി പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.